നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാലഡാണ്. 3-4 മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഈ സാലഡ്. നിങ്ങൾക്ക് ചോറിൻ്റെ ഒപ്പം, ചപ്പാത്തിയുടെ ഒപ്പം, പിന്നെ ഗോതമ്പ് ദോശയുടെ ഒപ്പം, ഭൂരിയുടെ ഒപ്പം, എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ്. ഈ സാലഡും ചോറും തന്നെയായിട്ട് വേണമെങ്കിലും കഴിക്കാം. ഞാൻ കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യണത്. അപ്പോൾ ഈ സാലഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ സാലഡ് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വേണ്ടൂ. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് തക്കാളിയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളക്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പില. ഞാൻ 1 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിഞ്ഞെടുക്കാം. ചെറിയ കഷ്ണങ്ങൾ വേണോ വലിയ കഷ്ണങ്ങൾ വേണോ എന്നൊക്കെയുള്ള നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അരിയാം. ഞാൻ ഇപ്പോൾ ഇവിടെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു എന്ന് മാത്രം. ഇനി ഒരു പാത്രത്തിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളും 2 ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് റെഡിയാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പിന്നെ 2 തക്കാളി അരിഞ്ഞു വെച്ചത്, പിന്നെ കറിവേപ്പില, 2 പച്ചമുളക് അരിഞ്ഞു വെച്ചത്, ഇതെല്ലാം കൂടി ചേർക്കാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഈ സാലഡിന് വെളിച്ചെണ്ണയാണ് കൂടുതൽ ചേർച്ചയുണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അതാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് നൽകുക. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. കൈകൊണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണതിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാലഡ് റെഡിയാവും. ഇതിലെന്താണ് ഇത്ര ടേസ്റ്റ് എന്ന് നിങ്ങൾ ആലോചിച്ചിരിക്കാം. പക്ഷേ നിങ്ങളിതൊന്ന് കഴിച്ചു നോക്കൂ ഉണ്ടാക്കിയിട്ട്. അപ്പം നിങ്ങൾക്കിത് എന്താണെന്ന് മനസ്സിലാവും. ഇത് ചോറിൻ്റെ കൂടെ വെറുതെ വേണമെങ്കിലും കഴിക്കാനായിട്ട് സാധിക്കും. പിന്നെ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എനിക്ക് ദോശയുടെ കൂടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്താണ് ഇത്ര ടേസ്റ്റ് ഉണ്ടാവുകയെന്ന്. പിന്നീട് ഞാൻ കഴിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളിതൊന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സാലഡ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കണേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് മൊബൈലൊന്നും എടുത്തേക്കിനേറ്റ് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നല്ലൊരു ദിവസമായി കാണുന്നതുവരെ ബായ്.